ഒരു ദിവസം വരെ ഒരു മോൻ്റെ മരണം അറിഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ച് തിങ്ങി ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊന്നും അനുഭവിക്കുമെന്നവർക്കേ പറയാൻ പറ്റൂ. ഇവനെ ഒരു 5 ദിവസം ഒന്ന് കിടത്തി തരാത്തന്നെ എനിക്കൊന്ന് നോക്കാൻ വേണ്ടി. ഞാൻ അത്രയും എൻ്റെ ദൈവങ്ങളോട് ഞാൻ ഒരു 5 ദിവസം എൻ്റെ മോനെ ഒന്ന് നോക്കാൻ, അവനൊന്ന് ശുശ്രൂഷിക്കാനുള്ളൊരു അവസരം തരാത്തത്. പക്ഷെ അവൻ ആ എൻട്രൻസ് എഴുതാൻ പോലും പറ്റിയില്ല. അപ്പോഴത്തേക്കാണ് അപ്പം എൻ്റെ മോന് ഒരു ഡ്രീമായിരുന്നു അവൻ ഡോക്ടർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡോക്ടർ തന്നെയാണ്, നമുക്ക് ഡോക്ടറാവായിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ മോനല്ലേ. ഇവരെ കളിയോ ചിരിയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം ഞാൻ പറയാം, ഒരു 1-2 വർഷമായിട്ടുള്ളൂ ഞാൻ അവന് ഇത്രയും ഡീപ്പായിട്ട്. കാരണം എൻ്റെ മോൻ ഇവിടെയാണ് ഉറങ്ങുന്നത്. അവനെ കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാ ആഴ്ചയും വരാറുണ്ട്. അവന് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും. ഇവിടെ വെച്ച് അവൻ്റെ കൂടെ ഞാനും എൻ്റെ ഇളയ മോനും വൈഫും എല്ലാം കൂടെ ഇവിടെ നിന്ന് കഴിക്കും. കുറച്ച് സമയം അവനുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങ് പോകും. അതെ, അവനിഷ്ടപ്പെട്ട ആഹാരം, ലേസ്, പിന്നെ അവന് ഉള്ള സ്പ്രൈറ്റ്, പിന്നെ ജിലേബി ലഡുവൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടുവരും. പിന്നെ അവന് കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പിന്നെ ശാമ്പ്രാണി തിരിയും കത്തിച്ചിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ട് നമ്മളങ്ങ് പോകും. ശരിക്കും ഡോക്ടറായിരുന്നോ? അവന് ഡോക്ടർ ആവാനായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം. പക്ഷേ ആയില്ല, അവനെ ഡോക്ടർ ആക്കിയില്ല. അങ്ങനെ അവൻ ഡോക്ടറാവാതെ അവൻ്റെ ആഗ്രഹം മുഴുമിക്കാതെ പോയതുകൊണ്ട് നമ്മളവനെ ഡോക്ടറാക്കി. നമുക്ക് ആരുടെയും പെർമിഷൻ, ആ ഡോക്ടറാണ് അവൻ. അങ്ങനെ നമ്മൾ അവനെ അങ്ങ് ഡോക്ടറാക്കി. അപ്പോൾ നമുക്ക് ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ നമ്മുടെ മോനെ ഡോക്ടറാക്കാൻ. അവൻ ഇപ്പോൾ ഡോക്ടറാണ്, ഡോക്ടർ സുരേഷ്. അതെ, അവന് നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഡ്രീമായിരുന്നു ഡോക്ടർ എന്നൊരു അച്ചീവ് ചെയ്യണമെന്ന് അവൻ്റെ ഒരു ഡ്രീമായിരുന്നു. അങ്ങനെയാണ് അവൻ അതിലോട്ട് പോവുകയും നീറ്റിന് അവൻ സൈലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. അതെ, അവൻ രാവിലെ 9 മണിക്ക് വൈഫോട്ട് സംസാരിച്ചിട്ട് അവൻ്റെ റൂമിൽ പോവുകയും 12:50 എൻ്റെ വൈഫ് പോയി റൂം തുറന്ന് നോക്കുമ്പം മോർണിങ്ങിനെ ബാത്റൂമിൽ വീണ് കിടക്കുന്നതാണ് അവൾ കാണുന്നത്. ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇത് പ്രശ്നമില്ല, അവൻ വളരെ ഓക്കെയാണ്. അവൻ തലേ ദിവസം അവൻ്റെ അമ്മമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. വണ്ടി സ്വന്തമായിട്ട് ഓട്ടിക്കും. അവന് നമുക്ക് എക്സൽ 6 ഉണ്ട്, അവനാണ് ഫുൾ ഓട്ടിക്കുന്നത്. പക്ഷെ മകൻ ഭൗതികമായിട്ട് മരിച്ചെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മരിച്ചിട്ടില്ല. അയ്യോ, അവൻ എങ്ങനെയാണ് മരിക്കുന്നത്? അവൻ മരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ കൂടെ വരും. ഇവിടെ വരുമ്പോഴും നമ്മുടെ കൂടെ അവൻ വരാറുണ്ട്. ഇപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ അങ്ങ് വരും. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മയുടെ അടുത്ത് പറയും, എൻ്റെ അടുത്ത് പറയും. ഇവൻ്റെ വേറൊരു കുസൃതി പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവൻ 2:30 മണിക്കൊക്കെ വിളിച്ച് ഉണർത്തിക്കളയും രാത്രി. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഉണർത്തി. പിന്നെ ഞാൻ അവനോട് പറയും, അച്ഛനെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണോടെ മോനെ ഒന്ന് ഉറക്കടാന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ ഉറക്കത്തുള്ളൂ. അല്ല, ഉറക്കത്തില്ല അവൻ. നമ്മളിവന് ബാക്കി ഇവിടെ തൂത്ത് വൃത്തിയാക്കി ഇവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മളിരുന്ന് കഴിക്കും. അതെ, തീർച്ചയായിട്ടും. വീട്ടിലും അങ്ങനെയാണല്ലോ. അവനെ പണ്ടോട്ടേ അങ്ങനെയാണല്ലോ. വീട്ടിൽ നമ്മളിവന് ഫുഡിൽ വെച്ചു. അവന് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ കഴിക്കത്തില്ല ഇതുവരെ. മാർച്ച് 26-ാം ശേഷം എൻ്റെ വീട്ടിൽ എന്ത് ഫുഡ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അവന് നമ്മൾ കൊടുക്കും. നമ്മൾ ഈ ഒരു പരിപാടികളുമായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവന് ഇനി ഫുഡൊക്കെ വെച്ച് കൊടുത്ത് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അവന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും വരും. എല്ലാ ആഴ്ചയും വന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അവന് വേണ്ടിയുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. ഡോക്ടർ സൂരജ് കൃഷ്ണ. അതെ, അമ്മ, അനിയൻ, നമ്മളെല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ സൂരജ് കൃഷ്ണ എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. കാരണം ഇദ്ദേഹം ഡോക്ടറായിട്ട് MBBS, BHMS, BAMS ഒന്നും പഠിക്കാത്ത ഒരാളാണ് ഈ ഡോക്ടർ എന്നുള്ള പേര് കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഈ മരണത്തിന് ശേഷം ഈ മകനെ ഡോക്ടറാക്കുകയാണ് ചെയ്തത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച. എങ്ങനെയാണ് മകനെ ഡോക്ടറാക്കിയത്? അവനോട് അച്ഛൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയ കാരണം അച്ഛൻ്റെ ആ ഒരു പട്ടാളം എന്നൊരു ഐഡൻറ്റിഫിക്കേഷൻ അവിടെ നിന്നു. അച്ഛൻ പിന്നെ എക്സ് സർവീസ് മാനായിട്ട് മാറി. പക്ഷേ ഞാനൊരു ഡോക്ടറായി കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നവരേക്കും ഞാൻ ഡോക്ടർ തന്നെയാണ്. എനിക്ക് കൈയും കാലും കുഴപ്പമില്ല. എൻ്റെ ഫീൽഡ് ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് അതുവരേക്കും ഈ ജോലി ചെയ്യാൻ പറ്റും. എനിക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും. എന്നെക്കൊണ്ട് എനിക്കൊരു അംബീഷനാണ് ആ ഡോക്ടർ. അത് ഞാൻ എടുക്കണമെന്ന് അവൻ തന്നെയാണ്, അവൻ്റെ ചോയ്സാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നോ ഇഷ്യൂ, നീ എടുത്തോളൂ. അപ്പം +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോഴത്തേക്ക് നീറ്റ് എഴുതി. നീറ്റിന് അവന് മാർക്കുണ്ടായിരുന്നു, ഒരു ആവറേജ് മാർക്കായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നമുക്ക് വെളിയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ഐഡിയ ആയിരുന്നു റഷ്യയിൽ. അപ്പോൾ ഇവ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു പ്രാവശ്യം കൂടി ഞാൻ ട്രൈ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവൻ്റെ സൈലത്ത് വിടുന്നത്. പക്ഷെ അവൻ ആ എൻട്രൻസ് എഴുതാൻ പോലും പറ്റിയില്ല. അപ്പോഴത്തേക്കാണ് എൻ്റെ മോന് ഒരു ഡ്രീമായിരുന്നു അവൻ ഡോക്ടർ എന്നുള്ളത്. അപ്പം എനിക്കെന്തായാലും ഇനി അവനെ കൊണ്ടുവന്നൊരു ഡോക്ടറാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവൻ്റെ ആ ഡ്രീം, ഡോക്ടർ എന്നുള്ള ഡ്രീം ഇപ്പോഴും നമുക്ക് ഡോക്ടർ തന്നെയാണ്. നമുക്ക് ഡോക്ടറാവായിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ പോരല്ലേ. അവനാണ് നമ്മളിവൻ്റെ പേര് ഡോക്ടർ എന്ന് വെച്ചത്. അതൊക്കെ അവനൊരു പാഷൻ പോലെയായിരുന്നു ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആഗ്രഹിച്ചൊരു കുട്ടിക്ക് എന്നാലും ഇനി എനിക്ക് അവനെ ഡോക്ടറാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് എനിക്ക് പറ്റുമല്ലോ.
മരിച്ചതിന് ശേഷം അച്ഛൻ ആക്കിയവനെ ഞാൻ, അവൻ ഡോക്ടറാണ്. ഡോക്ടറാണ്. അത് പക്ഷേ അതിനെക്കാട്ടി ഒരു വിഷമകരമായൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടാളക്കാർക്ക് 2 മാസമാണ് വർഷത്തിൽ ലീവ്. ഇവരെ കളിയോ ചിരിയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ 2013 റിട്ടയർഡായിട്ട് വന്നതിന് ശേഷം ഞാൻ ഇവനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റായി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവനോട് സ്നേഹിക്കുന്നത്. സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പോയി സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതാ എനിക്കിത്ര വിഷമം. ഞാൻ എന്താ പറയണേ, എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അവനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. സത്യം ഞാൻ പറയാം, ഒരു 1-2 വർഷമായിട്ടുള്ളൂ ഞാൻ അവന് ഇത്രയും ഡീപ്പായിട്ട്. മോൻ മരിക്കുന്ന ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഒരു 12:50 ഇവിടെ കോൾ വന്നെനിക്ക്, ചേട്ടാ മോൻ വീണ് കിടക്കുന്നെന്ന് പറഞ്ഞു. ബാത്റൂമിലോ? ബാത്റൂമിൻ്റെ വെളിയിലായിട്ട് ഒരു നമ്മൾ ബാത്റൂമിൽ വെളിയിലിറങ്ങുന്നത് ഒരു പാസേജാണ്. അവിടെ ഇവ ഇങ്ങനെ കമന്ന് കിടക്കുന്നതായിട്ട് ഇവളെന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി അതെന്ത് പ്രശ്നം? ആ ചേട്ടാ അറിയത്തില്ല, ബ്ലായിൽ കൂടെ ബ്ലഡ് വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഓട്ടം പിടിച്ച് മെഡിക്കൽ കോളേജിൽ വന്ന് ഞാൻ കാഷ്വാലിറ്റി ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം മോൻ പോയി. ഇല്ല, ആ വെളിയിൽ അത്രയും പേര്, അത് നമുക്ക് അറിയാൻ പറ്റൂല. നമ്മൾ പരിചയക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ അപ്പോഴത്തേക്ക് മരിച്ചു മാറുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ വിഷമം. ഞാൻ ചിലപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗം ഒന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഒരു ചുമന്ന ടീഷർട്ടും ഒരു ഗ്രേ കളർ കിടക്കുള്ള അവിടെ വീട്ടിലിരുന്ന ഒരു ഷോർട്ട്സും ഇവിടെ ഇങ്ങനെ വീർത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അപ്പോൾ ഇവളടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവളോട് പറഞ്ഞത് അവൻ ICUലോട്ട് മാറ്റിയെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് വിട്ടു. ഞാൻ ഈ ദുഃഖം അറിഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇവൾ അറിയാൻ പാടില്ല, കാരണം പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യത്തുള്ളൂ. 2 മണി 3 മണി സമയമാണ്, ഇവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വിഷമം കൊണ്ട് വീട്ടിൽ വന്ന് ഇവളെ അറിയിക്കാനും പാടില്ല. എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരച്ഛനും വെള്ളം എൻ്റെ നെഞ്ച് കിടന്നങ്ങനെ കത്തുകയാണ്. കാരണം എനിക്ക് ഈ വിഷയം ഇവളെടുത്ത് പറയാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞാൽ ഇവൾ അറിയും. ഞാൻ വന്ന് അങ്ങ് സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവൾ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയാം, ചേട്ടാ വാ കുട്ടൂനെ കാണാം, നമുക്ക് കുട്ടൂനെ ICUയിൽ വെച്ചിരിക്കുകയാണ്, നമ്മൾ ചെന്നില്ലെങ്കിൽ അവന് പറ്റൂല, വാ നമുക്ക് പോവാം. ഞാനിവളോട് പറഞ്ഞടി ICUയിൽ ആരും കേട്ടത്തില്ല. പിന്നെ ഇവൾ ചോദിക്കും, ഇവിടെ എന്താ ഇത്രയും പേര് വന്നേ എന്തിനാ ഇത്രയും? അപ്പം ഞാൻ പറഞ്ഞടി ഇവൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ അവർ വന്നേണ്, നീ അടങ്ങ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം 6 മണിയായപ്പോൾ ഞാൻ ഇവൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി. ഞാനങ്ങ് കരഞ്ഞു, എനിക്ക് പറ്റിയില്ല. ഞാനങ്ങ് കരഞ്ഞപ്പോഴാണ് ഇവളെൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവൾ കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഇവളറിയുന്നത്. ഒരു ദിവസം വരെ ഒരു മോൻ്റെ മരണം അറിഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ച് തിങ്ങി ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊന്നും അനുഭവിക്കുമെന്നവർക്കേ പറയാൻ പറ്റൂ. അനുഭവിച്ചറിയണം. അത് ഒരിക്കലും ഞാൻ തങ്ങളോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പ്രഷറോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അനുഭവിക്കുമ്പോൾ ഒരു നീറ്റലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇന്നും ഈ നിമിഷം വരെ ഇവനെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. ദൈവവിശ്വാസം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ശിവഭക്തനാണ്. കാരണം ഞാൻ എൻ്റെ നെഞ്ചിലെല്ലാം ഞാൻ ശിവനെ കുത്തിവെച്ചിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച ദിവസം വ്രതമായിരുന്നു. ഞാൻ പട്ടാളത്തിൽ ഇരിക്കപ്പോൾ എടുക്കുമായിരുന്നു. തിങ്കളാഴ്ച ദിവസം ഞാൻ ഒരു നേരം ഒന്നും കഴിക്കത്തില്ല. വൈകിട്ട് 6 മണിക്ക് ആഹാരം കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ വ്രതം എടുക്കുമായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചൊരു സംഭവമാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ദൈവങ്ങളെ വിശ്വസിച്ച് എൻ്റെ മോൻ 41 തൊഴുത്, ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, 41 ദിവസം മുടങ്ങാതെ അവൻ 2:30 മണിക്ക് കഴിച്ച് കുളിച്ച് 3:30 മണിക്ക് അവിടെ പോയി നിർമ്മാല്യം തൊഴുത് പറയാം. 41 ദിവസം ദൈവവിശ്വാസിയായിരുന്നു, ശിവഭക്തനായിരുന്നു. എൻ്റെ ദേഹം പൊളി, എൻ്റെ കയ്യിൽ ശിവൻ്റെ ചാട്ടിയുണ്ട്, നെഞ്ചിൽ ചാട്ടിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. എനിക്ക് ശിവനെ കഴിഞ്ഞല്ലാതെ വേറെ ഒന്നുമില്ലെന്ന്. ശിവസ്തോത്രമൊക്കെ ഞാൻ പച്ചവെള്ളം പോലെ പറയുന്നത്. ശിവായ മഹേശ്വര ശംഭോ എന്ന പിരാനെന്ന ശശിരാന്ന മാമദേവത വിരുവക്ഷായ കപതിരെ ദിനതലോ ശങ്കരായ ശുരപണത കടക്കരെ വിശ്വലോയ ശിവ, ഇതെല്ലാം ഞാൻ പച്ചവെള്ളം പോലെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തി. അത്രയ്ക്ക് ഞാൻ പഠിച്ച് ശിവനെപ്പറ്റി ഞാൻ ശിവന് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. പക്ഷേ മോനെ എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് ഞാൻ ദൈവത്തിനോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ, ഇവനെ ഒരു 5 ദിവസം ഒന്ന് കിടത്തി തരാത്തന്നെ എനിക്കൊന്ന് നോക്കാൻ വേണ്ടി. ഞാൻ അത്രയും എൻ്റെ ദൈവങ്ങളോട് ഞാൻ ഒരു 5 ദിവസം എൻ്റെ മോനെ ഒന്ന് നോക്കാൻ, അവനൊന്ന് ശുശ്രൂഷിക്കാനുള്ളൊരു അവസരം തരാത്തത്. ആലോചിച്ച് നോക്കിയേ, ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിരിക്കുന്ന മോനെ പിന്നെ വന്ന് ഞാൻ കാണുന്നത് വീൽ ചെയറിൽ അവൻ മരിച്ചു കിടക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ദൈവത്തിനെ വിശ്വസിക്കും? നിങ്ങൾ പറയൂ. നമ്മളെല്ലാം അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് ഒരു വാക്കേ പറയാറുള്ളൂ, ദൈവമേ രക്ഷിക്കണേന്ന്. രക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളെ നമ്മളെന്തിനാ നമുക്ക് ദൈവം കോടികളൊന്നും നമ്മൾ തരാൻ ആരും പ്രാർത്ഥിക്കുന്നില്ല. രക്ഷിക്കണേ, ഒരു ഇൻഡിക്കേഷൻ തന്നാളെ തന്നു, ഒരു ഇൻഡിക്കേഷൻ, എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ, ഒരു സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണിക്കാൻ. നിൻ്റെ ഇവന് ഈ അനൂറിസം എന്ന് പറഞ്ഞ ഡിസീസ് ബ്രെയിനെ സംബന്ധിച്ച ഡിസീസാണ്. തലേ ദിവസം എൻ്റെ കൊച്ചി രാവിലെ 10 മണി തൊട്ട് 11:30 മണി വരെ ഈ കോസ്മോ ഹോസ്പിറ്റലിൽ നിന്നതാണ്. അവൻ അവിടെ ഒന്ന് കറക്കിയിട്ട് കളയത്തുണ്ട്. നമ്മൾ ഉടനെ എന്നെ കൊണ്ടുപോയി അവനെ സ്കാൻ ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാം. ഈ അനൂറിസം എന്ന് പറഞ്ഞാൽ രോഗത്തിന് ഇന്ന് ചികിത്സ ഉണ്ടെന്നുള്ളതാണ്. അതും കൂടെ കേട്ടപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് പൊട്ടിപ്പോയി.
അവൻ മരിച്ചതിന് ശേഷം ഒരു 3 വർഷത്തിന് ശേഷം ഇവിടെ മുമ്പ് ഇരുന്ന് ആദ്യമായിട്ട് ഇവിടെ കരയുന്നത്. ഞാൻ കരയത്തില്ല. ഇവള് വരെ ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയിരുന്ന് കരയാറുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. പക്ഷേ ഇവിടെ മുമ്പിൽ ഞാൻ അതിനുശേഷം ഇന്നാണ് കരയുന്നത്. കാരണം കരയായിരിക്കാൻ പറ്റത്തില്ല മാഷേ. കാരണം നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് ദുഃഖമുണ്ട്. കാരണം ഇവൻ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഡിസീസ് വന്ന് മരിച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, അവൻ്റെ മരണം എക്സ്പെക്ട് ചെയ്യും. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അതാണ് ഇവൻ്റെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 20-ാമത്തെ വയസ്സിലുള്ള ഒരു കൊച്ചു രാവിലെ 41 ദിവസം ഒഴിച്ച് നിർമ്മാല്യം തൊഴുവാൻ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റുള്ള കുട്ടിയെ കൊണ്ട് പോകാൻ പറ്റും? വാവേ അച്ഛൻ പോവാ കേട്ടോടാ, അടുത്ത ആഴ്ച വരും. അടുത്ത ആഴ്ച വന്ന് കേട്ടോ, പോട്ടെ അച്ഛേ, അമ്മ പോട്ടാടാ, ചെറുക്കാ പോട്ടാ. അച്ഛൻ പോയിട്ട് കേട്ടോ, അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വരും.